നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രിയൂലി വെനീസിയ ഗ്യൂലിയ കപ്പിൽ ബാഴ്സലോണയ്ക്ക് 2ാം സ്ഥാനം. ഈ ടൂർണമെൻറ്റിൻ്റെ ഫോർമാറ്റും ഫിക്സറും ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ടീമുകൾ, യുഡിനീസിയും അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും FC ബാഴ്സലോണയും. ഈ ടീമുകൾ പരസ്പരം കളിക്കും. പക്ഷേ 90 മിനിറ്റില്ല, 45 മിനിറ്റേ കളിയുള്ളൂ. ഒടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം ജയിക്കും. ഇതാണ് ഈ ടൂർണമെൻ്റ് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ കളിയിൽ യുഡിനീസിയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു. ബാഴ്സലോണയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ നടന്ന മത്സരം ബാഴ്സലോണ ഒരു ഗോളിന് ജയിച്ചു. റാഫീഞ്ഞയാണ് ബാഴ്സലോണക്കായിട്ട് 45 മിനിറ്റ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോളിന് ജയിച്ചു. പിന്നെ യുഡിനീസിയും ബാഴ്സലോണയും തമ്മിലുള്ള കളി ഏതാണ്ട് ഒരു ഫൈനൽ പോലെ എന്ന് തന്നെ പറയാം. കാരണം അത് ജയിക്കുന്ന ടീമാണല്ലോ പിന്നെ കിരീടം കൊണ്ടുപോവുക. സോ ആ കളിയിൽ അവസാന ഘട്ടത്തിൽ ബായോ നേടിയ ഗോളിന് യുഡിനീസി ബാഴ്സലോണയെ പരാജയപ്പെടുത്തി. അവസാനം യുഡിനീസിക്ക് 6 പോയിന്റ്, ബാഴ്സയ്ക്ക് 3 പോയിന്റ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് പോയിന്റുകളില്ല. അങ്ങനെ കിരീടം യുഡിനീസി കൊണ്ടുപോയി. പിന്നെ ഇതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങളാണ് എന്ന അർത്ഥത്തിൽ മാത്രമേ എടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് ഇതിന് പ്രാധാന്യമൊന്നുമില്ല. ഏതായാലും ഹൻസി ഫ്ലിക്ക് അത് കളിക്ക് ശേഷം പറയുന്നുണ്ട്, ആളുകൾ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ പ്രീ സീസൺ മത്സരങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പല പ്രധാന താരങ്ങളും വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലാമാസിയ താരങ്ങളെയും മറ്റുമൊക്കെ വെച്ചുകൊണ്ടാണ് ബാഴ്സലോണ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബാഴ്സക്ക് മികച്ച രൂപത്തിലുള്ള ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിന് അവസരം ലഭിച്ചു എന്ന അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി. ടീം ഏതായാലും കൂടുതൽ സെറ്റാവേണ്ടതുണ്ട്. അത് താരങ്ങൾ മടങ്ങിയെത്തി ട്രെയിനിങ് ഒക്കെ ആരംഭിക്കുന്നതോടുകൂടി പൂർണ്ണ കരുത്തിലേക്ക് ബാഴ്സലോണ ടീം മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.